കേരള PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിപ്പോൾ അറിയാം. എന്തുണ്ട്? അനിമോമീറ്റർ ഉണ്ട്, പാരച്യൂട്ട് ഉണ്ട്, ഓൾട്ടിമീറ്റർ, ബാരോമീറ്റർ, ഓഡിയോമീറ്റർ, ഇങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗം എന്താണെന്ന് നമ്മുടെ കേരള PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്നതുമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ അത് തെറ്റിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി തെറ്റിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സകല ഉപകരണങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉപയോഗവും അതിന്റെ ഉപകരണത്തിന്റെ പേരും എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ക്ലാസ് മൊത്തമായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പാരച്യൂട്ടാണ്. പാരച്യൂട്ട് നമുക്കറിയാം, ആകാശത്ത് നിന്ന് സുരക്ഷിതമായി ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണെന്ത്? പാരച്യൂട്ട്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് പാരച്യൂട്ട്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് അനിമോമീറ്റർ. അനിമോമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാറ്റിന്റെ വേഗതയും ദിശയും അളക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് എന്ത്? അനിമോമീറ്റർ. കാറ്റിന്റെ വേഗതയും ദിശയും അളക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം എന്ന് ചോദിച്ചാൽ അതെന്താണ്? അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ വേഗതയും ദിശയും അളക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം അനിമോമീറ്റർ. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഓൾട്ടിമീറ്റർ. ഓൾട്ടിമീറ്റർ നമുക്കറിയാം, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊക്കമാണ് അല്ലെ? പൊക്കമാണ്. അപ്പോൾ ഉയരം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓൾട്ടിമീറ്റർ ആണ്. എന്താണ്? ഉയരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഓൾട്ടിമീറ്റർ ആണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ എന്നിവയാണ്. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ബാരോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം അല്ലെ? അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ബാരോമീറ്റർ എന്നാണ്. ബാരോമീറ്റർ ആണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓഡിയോമീറ്റർ. എന്താണ് ഓഡിയോമീറ്റർ എന്നറിയാമോ? ഓഡിയോ മീൻസ് ശബ്ദം. അപ്പോൾ ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണെങ്കിൽ അതെന്താണ്? ഓഡിയോമീറ്റർ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണെങ്കിൽ അത് ഓഡിയോമീറ്റർ ആണ്. അടുത്ത് നമുക്കുള്ളതാണ് കലോറിമീറ്റർ. എന്താണ് കലോറിമീറ്റർ എന്നറിയാമോ? കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ താപത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ. എന്താണ് കലോറി എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലെ കലോറി എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. താപം എന്താണ്? താപം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കേട്ടോ. അപ്പോൾ താപത്തിന്റെ അളവ് നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണെന്ത്? കലോറിമീറ്റർ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? കാർഡിയോഗ്രാഫ്. കാർഡിയോഗ്രാഫ് എന്നറിയാം. കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് കാർഡിയോ. അപ്പോൾ എന്താണ് കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഹൃദയത്തിന്റെ സ്പന്ദനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാർഡിയോഗ്രാഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? പാരച്യൂട്ട്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് പാരച്യൂട്ട്. അനിമോമീറ്റർ കാറ്റിന്റെ ദിശ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൾട്ടിമീറ്റർ ഉയരം അളക്കാൻ വേണ്ടിയിട്ടുള്ളത്. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാരോമീറ്റർ. ഓഡിയോമീറ്റർ ശബ്ദത്തിന്റെ തീവ്രത അല്ലെ? ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഓഡിയോമീറ്റർ. അതുപോലെ തന്നെ കലോറിമീറ്റർ ഉണ്ട്. എന്താണ് കലോറിമീറ്റർ? താപത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കലോറിമീറ്റർ. താപത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് കലോറിമീറ്റർ ആണ്. പിന്നെ ഉള്ളത് കാർഡിയോഗ്രാഫ്, ഹൃദയത്തിന്റെ സ്പന്ദനം അല്ലെ? ഹൃദയത്തിന്റെ സ്പന്ദനം രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് കാർഡിയോഗ്രാഫ് ആണ്. നമ്മൾ മറ്റേ ഹോസ്പിറ്റലിൽ കാണിക്കത്തില്ല ഇങ്ങനെ, അതാണ് കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് നോക്കേണ്ടതാണ് ഓഡിയോഫോൺ. എന്താണ് ഓഡിയോഫോൺ എന്നറിയാം? ഓഡിയോഫോൺ ശ്രവണശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഈ ചെവിക്ക് കേൾവി ശക്തി കുറവുള്ളവർക്ക് വയ്ക്കത്തില്ലേ? നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വയ്ക്കത്തില്ലേ ഉപകരണം? അതാണ് ഓഡിയോഫോൺ. ഓഡിയോഫോൺ എന്താണ്? ശ്രവണശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഓഡിയോഫോൺ എന്ന് അറിഞ്ഞിരിക്കുക. ഓഡിയോഫോൺ. പിന്നെ ഉള്ളത് റഡാർ. നമുക്കറിയാം, നമ്മുടെ എയർപോർട്ടിലും അതുപോലെ തന്നെ എന്താണ് മിലിറ്ററി സ്റ്റേഷനിലൊക്കെ ഉള്ള ഒരു സാധനമാണ് റഡാർ. എന്നാണ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിന്റെ ദൂരവും ദിശയും അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് എന്ത്? നമ്മുടെ റഡാർ കേട്ടോ. അപ്പോൾ എന്താണ് റഡാർ? റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിന്റെ ദൂരവും ദിശയും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? റഡാർ ആണ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിന്റെ ദൂരവും ദിശയും തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് റഡാർ. റഡാർ. അടുത്ത് നമുക്കുള്ളതാണ് ഗ്രാവിമീറ്റർ. എന്താണ് ഗ്രാവിമീറ്റർ? നമുക്കറിയാം ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഗുരുത്വാകർഷണം അല്ലെ? അതുകൊണ്ട് തന്നെ ഗ്രാവിമീറ്റർ എന്തായിരിക്കും? ഭൂഗുരുത്വം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഗ്രാവിമീറ്റർ. അപ്പോൾ എന്താണ് ഗ്രാവിമീറ്റർ? ഭൂഗുരുത്വം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്രാവിമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഗ്രാവിമീറ്റർ. അപ്പോൾ ഭൂഗുരുത്വം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഗ്രാവിമീറ്റർ ആണ്. ഗ്രാവിമീറ്റർ ആണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഡൈനാമോ ആണ് അല്ലെ? ഡൈനാമോ. ഡൈനാമോ നമുക്കറിയാം യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഡൈനാമോ അല്ലെ? അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ എന്തായിട്ട് മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് ഡൈനാമോ. ഡൈനാമോയും ഡൈനാമിറ്റും തമ്മിൽ മാറിപ്പോയി. ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്ഫോടകമാണ്, മറ്റേ ബോംബ് പോലത്തെ ഒരു സാധനമാണ് ഡൈനാമിറ്റ്. ഇത് ഡൈനാമോ
ഡൈനാമോയാണ്. ഡൈനാമോ നമ്മുടെ പണ്ടത്തെ സൈക്കിളിൻ്റെയൊക്കെ ബാക്കിൽ ഇരിക്കത്തില്ലേ സാധനം, അതാണ് ഡൈനാമോ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമോ എന്ന് പറഞ്ഞാൽ എന്താണ്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണ് ഡൈനാമോ എന്ന് അറിഞ്ഞിരിക്കുക. തെർമോമീറ്റർ നമുക്കറിയാം എന്താണ്? ശരീരതാപം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിൻ്റെ പേരാണ് എന്ത്? തെർമോമീറ്റർ. ശരീരതാപം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിൻ്റെ പേരെന്താണ്? തെർമോമീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെയുള്ള സീസ്മോഗ്രാഫാണ്. സീസ്മോഗ്രാഫ് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഭൂകമ്പ തീവ്രത ഉണ്ടല്ലോ, എന്നുവെച്ചാൽ എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ആ ഒരു വേവ്സിൻ്റെ അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് വേവ്സിൻ്റെയൊക്കെ തീവ്രത ഡെൻസിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സീസ്മോഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഭൂകമ്പ തീവ്രത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരെന്താണ്? സീസ്മോഗ്രാഫ് എന്നാണ്. സീസ്മോഗ്രാഫ്, ഭൂകമ്പ തീവ്രത, സീസ്മോഗ്രാഫ്. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് എന്ത്? എക്കോ സൗണ്ടർ. എന്താണ് എക്കോ സൗണ്ടർ? എന്താണ് എക്കോ സൗണ്ടർ? സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? എക്കോ സൗണ്ടർ. അപ്പോൾ എക്കോ സൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എക്കോ സൗണ്ടർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമുദ്രത്തിൻ്റെയൊക്കെ ആഴം അളക്കുന്നത് എക്കോ സൗണ്ടർ ഉപയോഗിച്ചിട്ട് ആണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ടാക്സി മീറ്റർ. നമുക്കറിയാം നമ്മുടെ ടാക്സിയിലൊക്കെ ഇരിക്കുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, അതാണ് ടാക്സി മീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടാക്സിയുടെയൊക്കെ നിരക്ക് രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ടാക്സി മീറ്റർ. ടാക്സിയുടെ നിരക്ക് രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടാക്സി മീറ്റർ. പിന്നെ നമുക്കറിയാം എപ്പിഡോസ്കോപ്പ്. എന്താണ് എപ്പിഡോസ്കോപ്പ്? എന്താണ് എപ്പിഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഫിലിമുള്ള അല്ലെങ്കിൽ ഫിലിമുകളുള്ള നിഴലുകളെ സ്ക്രീനിൽ വലുതാക്കി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്താണ്? എപ്പിഡോസ്കോപ്പ്. അപ്പോൾ എന്താണ് എപ്പിഡോസ്കോപ്പ്? ഫിലിമിലുള്ള നിഴലുകളെ സ്ക്രീനിൽ വലുതാക്കി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്ടർ കണക്കിനുള്ള ഒരു ഉപകരണമാണ് എന്ത്? എപ്പിഡോസ്കോപ്പ് കേട്ടോ. അപ്പോൾ ഫിലിമിലുള്ള നിഴലുകളെ എന്താണ്? വലുതാക്കി സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് എപ്പിഡോസ്കോപ്പ്. എപ്പിഡോസ്കോപ്പ്. പിന്നെയുള്ളതാണ് ടെലിപ്രിന്റർ. ടെലിപ്രിന്റർ. എന്താണ് ടെലിപ്രിന്റർ? ടെലിഗ്രാഫ് കമ്പികൾ വഴി ലഭിക്കുന്ന സന്ദേശങ്ങൾ അച്ചടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ടെലിപ്രിന്റർ. ടെലിഗ്രാഫ് വഴി അല്ലെങ്കിൽ ടെലിഗ്രാഫ് കമ്പികൾ വഴി ലഭിക്കുന്ന സന്ദേശങ്ങൾ അച്ചടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് ടെലിപ്രിന്റർ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളതാണ് എന്ത്? ഗാൽവനോമീറ്റർ. എന്താണ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ? വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഗാൽവനോമീറ്റർ. വളരെ കുറഞ്ഞ അല്ലെങ്കിൽ അളവിലുള്ള വൈദ്യുതിയെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഗാൽവനോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് തിയോഡോലൈറ്റ് ആണ്. എന്താണ് തിയോഡോലൈറ്റ്? എന്താണ് തിയോഡോലൈറ്റ് എന്നറിയാമോ? നിരപ്പുള്ളതും ലംബവുമായിട്ടുള്ള കോണുകൾ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ്? നിരപ്പുള്ളതും എന്നാൽ ലംബവുമായിട്ടുള്ള കോണുകൾ അല്ലെങ്കിൽ ആംഗിൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിന്റെ പേരാണ് തിയോഡോലൈറ്റ്. തെറ്റിക്കരുത്. ലൈറ്റ് എന്നുള്ള പേരുള്ളതുകൊണ്ട് ലൈറ്റ് എന്നും പറഞ്ഞ് എഴുതി കളയരുത്. തിയോഡോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരപ്പുള്ളതും ലംബവുമായിട്ടുള്ള കോണുകൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിന്റെ പേരാണ് എന്ത്? തിയോഡോലൈറ്റ്. തിയോഡോലൈറ്റ്. അടുത്ത തെർമോസ്റ്റാറ്റ് ഉണ്ട്. എന്താണ് തെർമോസ്റ്റാറ്റ് എന്നറിയാമോ? താപത്തെ സ്ഥിരമായി നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. എന്താണ്? താപത്തെ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. പിന്നെയുള്ളത് എന്താണ്? പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കിയൊരു സാധനമാണ് അല്ലേ? അന്തർവാഹിനിയിൽ ഇരുന്ന് ജലോപരിതലത്തിലുള്ള സാധനങ്ങളുടെയൊക്കെ എന്താണ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്? ഈ ഒരു പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അന്തർവാഹിനിയാണെന്ന് വെച്ചോളൂ. ഈ അന്തർവാഹിനിയിൽ നിന്ന് ഒരു കമ്പ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും, ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ്? ഈ മുകളിലുള്ള ഈ ഒരു കമ്പ് കണക്കിനുള്ള സാധനം എന്ന് പറയുന്നത് ഒരു പെരിസ്കോപ്പ് ആയിരിക്കും. അപ്പോൾ ഈ പെരിസ്കോപ്പ് വഴി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജലോപരിതലത്തിലുള്ള കാര്യങ്ങൾ സമുദ്രത്തിന്റെ അടിയിൽ വെച്ച് തന്നെ അവർക്ക് കാണാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത് അന്തർവാഹിനികളിലാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അന്തർവാഹിനികളിൽ ഇരുന്നുകൊണ്ട് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? പെരിസ്കോപ്പ്. അടുത്തുള്ളത് എന്താണ്? പൈറോമീറ്റർ. എന്താണ് പൈറോമീറ്റർ എന്നറിയാമോ? പൈറോമീറ്റർ ദൂരെയുള്ള വസ്തുക്കളുടെ ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ദൂരെയുള്ള ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ തെറ്റിക്കരുത്. ദൂരെയുള്ള ഡിസ്റ്റൻസിലുള്ള സാധനങ്ങളുടെയോ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളുടെ ആയാലും എന്താണ് അവരുടെയൊക്കെ ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് പൈറോമീറ്റർ. പൈറോമീറ്റർ. അടുത്ത നമുക്കുള്ളതാണ് മാനോമീറ്റർ. എന്താണ് മാനോമീറ്റർ എന്നറിയാമോ? വാതക മർദ്ദം അളക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ് മാനോമീറ്റർ. വാതക മർദ്ദം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് മാനോമീറ്റർ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് എവിടെ തൊട്ടാണ്? സീസ്മോഗ്രാഫ് തൊട്ട് നമുക്ക് പറയാം. തെർമോമീറ്റർ നമുക്കറിയാം ശരീരതാപം അളക്കാനുള്ളതാണ് തെർമോമീറ്റർ. സീസ്മോഗ്രാഫ് നമ്മൾ പറഞ്ഞു ഭൂകമ്പത്തിന്റെ ഭൂകമ്പത്തിന്റെ ആ ഒരു തീവ്രത അളക്കാൻ വേണ്ടിയിട്ടുള്ളത് സീസ്മോഗ്രാഫ് ആണ്. പിന്നെ നമ്മൾ എക്കോ സൗണ്ടർ പറഞ്ഞു, സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്കോ സൗണ്ടർ. പിന്നെ പറഞ്ഞ ടാക്സി മീറ്റർ, ടാക്സിയുടെ നിരക്ക് രേഖപ്പെടുത്തുന്ന എന്താണ്? ടാക്സി മീറ്റർ വഴിയാണ്. എപ്പിഡോസ്കോപ്പ് പറഞ്ഞു ഫിലിമിലുള്ള നിഴലുകളെ എന്താണ് സ്ക്രീനിൽ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എപ്പിഡോസ്കോപ്പ്. പിന്നെ പറഞ്ഞ എന്താണ്? ടെലിപ്രിന്റർ, ടെലിഗ്രാഫ് കമ്പികൾ വഴി ലഭിക്കുന്ന സന്ദേശങ്ങൾ അച്ചടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ടെലിപ്രിന്റർ. പിന്നെ പറഞ്ഞ എന്താണ്? ഗാൽവനോമീറ്റർ, വളരെ
വളരെ കുറഞ്ഞ അളവിലുള്ള എന്താണ് വൈദ്യുതി അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? തിയോഡോലൈറ്റ്. തിയോഡോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരപ്പുള്ളതും ലംബമായിട്ടുള്ള കോണുകൾ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തിയോഡോലൈറ്റ്. പിന്നെ തെർമോസ്റ്റാറ്റ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായി. അപ്പോൾ താപത്തെ സ്ഥിരമായി നിലനിർത്താൻ, ടെമ്പറേച്ചർ താപം, അപ്പോൾ താപത്തെ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഈ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്ന തെർമോസ്റ്റാറ്റ്. പിന്നെ പെരിസ്കോപ്പ് പറഞ്ഞു, സമുദ്രം നമ്മുടെ ഈ അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ സമുദ്രത്തിനടിയിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞ പെരിസ്കോപ്പ്. പിന്നെ പൈറോമീറ്റർ പറഞ്ഞു, ദൂരെയുള്ള ഉയർന്ന ഊഷ്മാവ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? പൈറോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു മാനോമീറ്ററിന്റെ ഉപകരണം എന്താണ്? വാതകമർദ്ദം അല്ലേ? വാതകമർദ്ദമൊക്കെ അളക്കാൻ വേണ്ടിയുള്ള ഉപകരണത്തിന്റെ പേരാണ് മാനോമീറ്റർ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് റെയിൻ ഗേജ്. എന്താണ് റെയിൻ ഗേജ് എന്നറിയാമോ? ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴ അളക്കാൻ വേണ്ടി. ഇപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഇന്ന് പെയ്ത മഴയുടെ അളവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിന്റെ പേരാണ് എന്ത്? നമ്മുടെ റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഈ പറഞ്ഞ എന്താണ് മഴയുടെ അളവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ റെയിൻ ഗേജുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത് പറയുന്നത് ടെലിസ്കോപ്പ് നമുക്കറിയാം, ദൂരെയുള്ള വസ്തുക്കൾ വലുതാക്കി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ടെലിസ്കോപ്പ്. പിന്നെ പറഞ്ഞെന്താണ്? ബാരോഗ്രാഫ്. എന്താണ് ബാരോഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഉയര വ്യത്യാസം മൂലമുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ബാരോഗ്രാഫ്. എന്താണ്? ഉയര വ്യത്യാസം മൂലമുണ്ടാകുന്ന മർദ്ദത്തിൽ അല്ലെങ്കിൽ പ്രഷറിലെ വ്യത്യാസം കണക്കാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്ത്? ബാരോഗ്രാഫ്. ഉയര വ്യത്യാസം മൂലമുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിന്റെ പേരാണ് ബാരോഗ്രാഫ്. അടുത്തുള്ളത് ബൈനോക്കുലർ. നമുക്കറിയാം ബൈനോക്കുലർ, ഇങ്ങനെ നോക്കുന്നില്ലേ ബൈനോക്കുലർ. അപ്പോൾ എന്താണ് ബൈനോക്കുലറിന്റെ ഉപയോഗം എന്നറിയാമോ? ബൈനോക്കുലർ ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്ത്? ബൈനോക്കുലർ. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്താണ്? ബൈനോക്കുലർ എന്നാണ്. അടുത്തുള്ളത് എന്താണ്? നമ്മുടെ സ്പീഡോമീറ്റർ. നമുക്കറിയാം വാഹനത്തിന്റെയൊക്കെ വേഗത അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് സ്പീഡോമീറ്റർ. മൈക്രോസ്കോപ്പ് നമുക്കറിയാം, സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. പിന്നെന്താണ്? സ്പെക്ട്രോമീറ്റർ. എന്താണ്? അതൊന്ന് ശ്രദ്ധിക്കണേ. സ്പെക്ട്രോമീറ്റർ എന്താണ്? സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നിറങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിറങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണത്തിന്റെ പേരാണ് സ്പെക്ട്രോമീറ്റർ. പിന്നെ ഫോട്ടോമീറ്റർ ഉണ്ട്. എന്താണ് ഫോട്ടോമീറ്റർ? രണ്ട് ജ്വലന വസ്തുക്കളുടെ പ്രകാശം താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഫോട്ടോമീറ്റർ. രണ്ട് ജ്വലന വസ്തുക്കളുടെ പ്രകാശം താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് എന്ത്? ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ജ്വലന വസ്തുക്കളുടെ പ്രകാശം താരതമ്യം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ രണ്ട് ജ്വലന വസ്തുക്കളുടെ പ്രകാശത്തെ തമ്മിലുള്ള താരതമ്യത്തെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഫോട്ടോമീറ്റർ. പിന്നെ എന്തുണ്ട്? ഗൈറോസ്കോപ്പ്. എന്താണ് ഗൈറോസ്കോപ്പ് എന്നറിയാമോ? വിമാനങ്ങളിലും കപ്പലുകളിലും ദിശ നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഗൈറോസ്കോപ്പ്. വിമാനങ്ങളിലും കപ്പലുകളിലും ദിശ നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഗൈറോസ്കോപ്പ്. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണ്? വിമാനങ്ങളിലും അതുപോലെ തന്നെ കപ്പലുകളിലുമാണ്. പിന്നെ വരുന്ന എന്താണ്? ഹൈഡ്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിനടിയിലെ ശബ്ദം രേഖപ്പെടുത്താൻ. ജലത്തിനടിയിൽ തിമിംഗലത്തിന്റെയൊക്കെ ശബ്ദവും മറ്റുമൊക്കെ നമ്മൾ നാളെ വാർത്തയിലൊക്കെ കണ്ടതാണ് അല്ലേ? എന്താണ്? തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തോ കോവളത്തോ എവിടെയോ തിമിംഗലത്തിന്റെ സാന്നിധ്യമോ ശബ്ദം അങ്ങനെ സംതിങ് കേട്ടതാണ്. അപ്പോൾ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളും സമുദ്രത്തിനടിയിലെ ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹൈഡ്രോഫോൺ. പിന്നെ പറയുന്നത് എന്താണ്? സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? രണ്ട് കോണുകളിൽ വെച്ച് രണ്ട് ക്യാമറകൾ എടുക്കുന്ന ചിത്രം കാണുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റീരിയോസ്കോപ്പ്. എന്താണ്? രണ്ട് കോണുകളിൽ വെച്ചുകൊണ്ട് രണ്ട് ക്യാമറകൾ എടുക്കുന്ന ചിത്രങ്ങൾ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. സ്റ്റീരിയോ പേരൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ രണ്ട് കോണുകളിൽ വെച്ച് രണ്ട് ക്യാമറകൾ എടുക്കുന്ന ചിത്രങ്ങൾ തമ്മിൽ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സ്റ്റീരിയോസ്കോപ്പ്. പിന്നെ ഉള്ളതാണ് സാക്കറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്കറോമീറ്റർ നമുക്കറിയാം, ഒരു ലായനിയിലെ പഞ്ചസാരയുടെ അളവ് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാക്കറോമീറ്റർ. സാക്കറിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പഞ്ചസാരയുടെ ഒരു എന്താണ്? കെമിക്കൽ സാധനമാണ് സാക്കറിൻ അല്ലേ? അപ്പോൾ ഒരു ലായനിയിലെ പഞ്ചസാരയുടെ അളവ് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് എത്രയുണ്ട് എന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സാക്കറോമീറ്റർ. നമുക്കുള്ളതിന് സ്റ്റെതസ്കോപ്പ് നമുക്കറിയാം, ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ ചലനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ ചലനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റെതസ്കോപ്പ്. പിന്നെയുള്ളത് എന്താണ്? റാക്കോമീറ്റർ അല്ലേ? റെക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വിമാനത്തിന്റെ വേഗത, വാഹനങ്ങളുടെ വേഗതയാണെങ്കിൽ സ്പീഡോമീറ്റർ ആണ്. വിമാനത്തിന്റെ വേഗതയാണെങ്കിൽ ഇത് റാക്കോമീറ്റർ ആണ്. റോക്കറ്റിലെ റാക്കോമീറ്റർ എന്ന് പറഞ്ഞത് റാക്കോമീറ്റർ സ്പീഡ് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ വിമാനത്തിന്റെ വേഗത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? റാക്കോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. റാക്കോമീറ്റർ ആണ്.
പിന്നെയുള്ളതാണ് ഫാത്തോമീറ്റർ. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എക്കോ സൗണ്ടർ നമ്മൾ പറഞ്ഞായിരുന്നു. എക്കോ സൗണ്ടർ എന്നോ നിങ്ങൾക്ക് പറയാം. ഇത് കൂടാതെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണത്തിന്റെ പേരാണ് ഫാത്തോമീറ്റർ കേട്ടോ. അപ്പോൾ എക്കോ സൗണ്ടറും അതുപോലെ തന്നെ ഫാത്തോമീറ്ററും ഒക്കെ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ലാക്ടോമീറ്റർ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അറിയാനായിട്ട്, അല്ലെങ്കിൽ പാല് എത്രത്തോളം വെള്ളം ചേർത്തിട്ടുണ്ട്, പാല് നല്ല പാലാണോ, അതിന്റെ സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രതയൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ലാക്ടോമീറ്റർ. പിന്നെയുള്ളത് എന്താണ്? ക്രോണോമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ക്രോണോഗ്രഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവം? സമയമാണ് അല്ലെ, സമയം. അപ്പോൾ സമയം കൃത്യമായി അറിയിക്കാൻ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ക്രോണോമീറ്റർ. സമയം കൃത്യമായി അറിയിക്കാനായിട്ട് കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രോണോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ എന്താണ്? റെയിൻ ഗേജ്. ഒരു സ്ഥലത്ത് മഴ പെയ്യുന്ന അളവ് കൃത്യമായി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് റെയിൻ ഗേജ് എന്ന് പറഞ്ഞു. ടെലിസ്കോപ്പ് നമുക്കറിയാം ദൂരെയുള്ള വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ബാരോഗ്രാഫ് പറഞ്ഞു ഉയർന്ന വ്യത്യാസം മൂലമുണ്ടാകുന്ന മർദ്ദവ്യത്യാസം, അല്ലെ, ഉയരവ്യത്യാസം മൂലമുണ്ടാകുന്ന മർദ്ദവ്യത്യാസം തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ബാരോഗ്രാഫ്. അതുപോലെ തന്നെ ബൈനോക്കുലർ നമുക്കറിയാം ദൂരെയുള്ള വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ബൈനോക്കുലർ. പിന്നെ പറഞ്ഞ എന്താണ്? നമ്മുടെ സ്പീഡോമീറ്റർ, അല്ലെ. സ്പീഡോമീറ്റർ നമുക്കറിയാം ഒരു വാഹനത്തിന്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് സ്പീഡോമീറ്റർ ആണ്. പക്ഷേ വിമാനത്തിന്റെ വേഗതയാണെങ്കിൽ അത് റാക്കോമീറ്റർ ആണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? മൈക്രോസ്കോപ്പ്, ചെറിയ സാധനങ്ങളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മൈക്രോസ്കോപ്പ്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ സ്പെക്ട്രോമീറ്റർ, നിറങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് സ്പെക്ട്രോമീറ്റർ. ഫോട്ടോമീറ്റർ പറഞ്ഞു രണ്ട് ജ്വലന വസ്തുക്കളുടെ പ്രകാശം തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ഫോട്ടോമീറ്റർ ആണ്. ഗൈറോസ്കോപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമാനങ്ങളിലും കപ്പലുകളിലും ദിശ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് എന്താണ്? ഗൈറോസ്കോപ്പ് ആണ്. പിന്നെ ഹൈഡ്രോഫോൺ പറഞ്ഞായിരുന്നു, ജലത്തിനടിയിലുള്ള ശബ്ദം രേഖപ്പെടുത്താനാണെങ്കിൽ ഹൈഡ്രോഫോൺ ആണ്. സ്റ്റീരിയോസ്കോപ്പ് പറഞ്ഞു രണ്ട് കോണുകളിൽ വെച്ചുള്ള രണ്ട് ചിത്രങ്ങൾ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങൾ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് എന്ത്? നമ്മുടെ സ്റ്റീരിയോസ്കോപ്പ്. പിന്നെ പറഞ്ഞ സാക്രോമീറ്റർ, ഒരു ലായനിയിലെ പഞ്ചസാരയുടെ അളവ് തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അത് സാക്രോമീറ്റർ ആണ്. പിന്നെ പറഞ്ഞ എന്താണ്? നമ്മുടെ സ്റ്റെതസ്കോപ്പ്, ഹൃദയം ശ്വാസകോശത്തിൻ്റെയൊക്കെ പ്രവർത്തനം, ചലനമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? സ്റ്റെതസ്കോപ്പ്. റാക്കോമീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമാനത്തിന്റെ സ്പീഡാണ്. ഫാത്തോമീറ്റർ സമുദ്രത്തിന്റെ ആഴം, ഫാത്തോമീറ്ററും അതുപോലെ തന്നെ എന്താണ്? സോണാറും, അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലാക്ടോമീറ്റർ, പാലിന്റെ ആപേക്ഷിക സാന്ദ്രത. അതുപോലെ തന്നെ ക്രോണോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം കൃത്യമായി അറിയാൻ വേണ്ടിയിട്ട് കപ്പലുകളിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? ക്രോണോമീറ്റർ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഉപകരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 തവണ കാണാൻ നേരത്തെ ഈ ക്ലാസ്സിന്റെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഉപകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം എഴുതാനും കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങളുടെ ലൈക്കുകളിലൂടെ നിങ്ങളുടെ കമൻറ്റുകളിലൂടെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.